പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. കർത്താവായ ഈശോയെ, അങ്ങ് കുരിശിൽ ചിന്തിയ രക്തത്തിന്റെ യോഗ്യതയിലും കുരിശിൽ അങ്ങ് നേടിയ വിജയത്തിലും ആശ്രയിച്ചുകൊണ്ട് അങ്ങയോട് ഐക്യപ്പെട്ട് പ്രാർത്ഥിക്കുന്ന ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും ഞങ്ങളുടെ മക്കളെയും കാർമൽ ധ്യാന കേന്ദ്രത്തെയും ശുശ്രൂഷകളെയും നശിപ്പിക്കാൻ ശ്രമിക്കുന്ന എല്ലാവിധ പൈശാചിക സ്വാധീനങ്ങളെയും അന്ധകാര ശക്തികളെയും കർത്താവായ യേശുവിന്റെ നാമത്തിൽ ബന്ധിച്ച് ബഹിഷ്കരിച്ച് നിർവീര്യമാക്കി കർത്താവിന്റെ കുരിശിന്റെ ചുവട്ടിൽ സമർപ്പിക്കുന്നു. കർത്താവെ, അങ്ങയുടെ നീതി അനുസരിച്ച് അവയോട് പെരുമാറണമേ. ഞങ്ങളേവരെയും അങ്ങയുടെ പരിശുദ്ധാത്മാവിന്റെ വരദാന ഫലങ്ങൾ നിറച്ച് കുരിശിൽ പൂർത്തീകരിച്ച രക്ഷാകര രഹസ്യത്തിന്റെ വലിയ അഭിഷേകത്താൽ നിറച്ച് അനുഗ്രഹത്തിലേക്കും സൗഖ്യത്തിലേക്കും വിജയത്തിലേക്കും സമാധാനത്തിലേക്കും വലിയ വിമോചനത്തിലേക്കും ആനയിക്കണമേ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്ന വലിയ കാര്യമാണ് അനുഗ്രഹിക്കപ്പെടണം എന്നുള്ളത്. കുറെ പേരൊക്കെ അനുഗ്രഹങ്ങൾ കിട്ടുമ്പോൾ വലിയ സന്തോഷത്തോടു കൂടി, അച്ഛാ ഒത്തിരി അനുഗ്രഹങ്ങൾ കർത്താവ് തന്നു, എൻ്റെ മോളുടെ കല്യാണം നടന്നു, ജോലി കിട്ടി, വിദേശത്ത് പോയി, അനുഗ്രഹങ്ങൾ കാണുമ്പോൾ എക്സൈറ്റഡ് ആയിട്ട് വിളിക്കുന്ന നന്ദി പറയുന്ന മക്കൾ സന്തോഷമുണ്ട്. അതോടൊപ്പം തന്നെ നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നു ഒത്തിരി നിയോഗങ്ങൾ സാധിച്ചു കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നു. ആ നിയോഗങ്ങൾ സാധിച്ചു കിട്ടാൻ, അനുഗ്രഹിക്കപ്പെടാൻ നമുക്കെല്ലാവർക്കും ഉറപ്പുള്ള ഒരു വഴിയാണ് വിശുദ്ധ കുർബാന, ദിവ്യകാരുണ്യം. യെശയ്യാ പ്രവാചന പുസ്തകത്തില് 59-ാം അധ്യായത്തിന്റെ 1-2 വചനം നമ്മെ ഓർമ്മപ്പെടുത്തി പറയുന്നുണ്ട്. രക്ഷിക്കാൻ കഴിയാത്ത വിധം കർത്താവിന്റെ കരം കുറുകിപ്പോയിട്ടില്ല, കേൾക്കുവാനാകാത്ത വിധം അവിടുത്തെ കാതുകൾക്ക് മാന്ദ്യം സംഭവിച്ചിട്ടില്ല. നിന്റെ അകൃത്യങ്ങൾ എന്നെയും നിന്നെയും തമ്മിൽ അകറ്റിയിരിക്കുന്നു, നിന്റെ പാപം എൻ്റെ മുഖം നിന്നിൽ നിന്ന് മറച്ചിരിക്കുന്നു. അതിനാൽ നിന്റെ പ്രാർത്ഥന കേൾക്കാൻ എനിക്കാകുന്നില്ല എന്ന് കർത്താവ് പറയാം. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കാൻ ആഗ്രഹിക്കുന്നു, നമ്മുടെ എല്ലാ നിയോഗങ്ങളിലും ഇടപെടാൻ ആഗ്രഹിക്കുന്നു. എന്നാൽ തടസ്സമുണ്ട്. അതെന്താണ്? നമ്മുടെ അകൃത്യങ്ങള്, നമ്മുടെ പാപങ്ങള്, നമ്മുടെ കുടുംബത്തിന്റെ, പാരമ്പര്യത്തിന്റെ, തലമുറയുടെ, നമ്മുടെ മക്കളുടെ പാപത്തിന്റെ, അകൃത്യത്തിന്റെ അനന്തരമായ ഫലങ്ങൾ തടസ്സപ്പെടുത്തി കർത്താവിനെ തന്നെ അകറ്റി നിർത്തിയിരിക്കുന്ന വലിയ ഒരവസ്ഥ. അതിന് പരിഹാരം എവിടെ മക്കളെ? പാപ പരിഹാര ബലി. കർത്താവ് വിശുദ്ധ കുർബാനയിലൂടെ നമുക്ക് വേണ്ടി ചെയ്ത പ്രവൃത്തി, പാപത്തെ ഏറ്റെടുത്തുകൊണ്ട് കർത്താവ് നമ്മോട് കാണിച്ച വലിയ കരുണ. അതുകൊണ്ട് ഈ വിശുദ്ധ കുർബാന എന്തെന്ന് അറിഞ്ഞ് അർത്ഥം മനസ്സിലാക്കി അതിനുവേണ്ടി ചെയ്യേണ്ട കാര്യമുണ്ട്. എന്താണ്? മാനസാന്തരപ്പെടണം, പശ്ചാത്തപിക്കണം. ഈശോ വന്നത് കുർബാനയാകാൻ വേണ്ടി വന്നത് എന്തിനാ? ലോകത്തിന്റെ പാപം നീക്കാനാണ്. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 29-ാമത്തെ വചനത്തില് സ്നാപക യോഹന്നാൻ ഈശോയെ ചൂണ്ടിക്കാണിച്ചിട്ട് പറഞ്ഞു, ഇതാ ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. ഈശോ വിശുദ്ധ കുർബാനയായിട്ട് മാറിയത് ലോകത്തിന്റെ പാപം നീക്കാനാണ്. ഈ കുരിശിൽ കിടന്നുകൊണ്ട് ഈശോ ദാഹിക്കുന്നുണ്ട്. മക്കളെ, എനിക്ക് ദാഹിക്കുന്നു എന്ന് നിലവിളിക്കുന്നുണ്ട്. എന്തിനാ ഈശോ ദാഹിക്കുന്നത്? അത് മറ്റൊന്നും കൊണ്ടല്ല മക്കളെ. പാപം എന്ന് പറയുന്ന പ്രവൃത്തി, അകൃത്യം എന്ന് പറയുന്ന പ്രവൃത്തി നമ്മുടെ അറിവ് കൊണ്ട്, സമ്മതം കൊണ്ട്, സ്വാതന്ത്ര്യം കൊണ്ട്, തീരുമാനം കൊണ്ട് നമ്മൾ ചെയ്ത പ്രമാണ ലംഘനമാണ്, വചന ലംഘനമാണ്. കർത്താവിനെ വിട്ടുപേക്ഷിക്കണം. ആ ഒരു പ്രവൃത്തിയെ, ആ ഒരു അകൃത്യത്തെ, പാപത്തെ നമ്മൾ തന്നെ അറിഞ്ഞ് പൂർണ്ണ മനസ്സോടെ, സ്വാതന്ത്ര്യത്തോടെ തീരുമാനിച്ച്, ഉറപ്പിച്ച്, വെറുത്തുപേക്ഷിച്ച് നമ്മൾ നല്ല പോലെ കുമ്പസാരിക്കണം. അങ്ങനെ കുമ്പസാരിച്ച് പാപം നീക്കപ്പെട്ട് കഴിയുമ്പോ, അകൃത്യം നീക്കപ്പെട്ട് കഴിയുമ്പോ കർത്താവിന്റെ ബലമുള്ള കരം ജീവിതത്തിലെ, കുടുംബത്തിലെ പ്രവർത്തിക്കും. ഇന്ന് പ്രശ്നങ്ങൾ മാറുന്നില്ല, നിയോഗങ്ങൾ പൂർത്തീകരിക്കപ്പെടുന്നില്ല, അനുഗ്രഹങ്ങൾ കിട്ടുന്നില്ല. അതിൻ്റെയൊക്കെ പിന്നില് എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, വിശുദ്ധ കുർബാന, കുരിശിലെ ബലി. കർത്താവ് എന്തിനു വേണ്ടി ഭൂമിയിലേക്ക് വന്നോ? എന്തിനു വേണ്ടി വിശുദ്ധ കുർബാനയായോ? എന്തിനു വേണ്ടി ദിവ്യകാരുണ്യമായിട്ട് മാറിയോ?
അത് അർത്ഥം മനസ്സിലാക്കി സ്വീകരിക്കുവാൻ നമ്മൾ നമ്മുടെ പാപത്തെ, നമ്മുടെ അകൃത്യത്തെ, നമ്മുടെ കുടുംബത്തില് നമ്മുടെ പ്രിയപ്പെട്ടവര് ഈ പാപത്തെ വിട്ടുപേക്ഷിച്ച് ഏറ്റുപറഞ്ഞ് കുമ്പസാരിച്ച് ഇനി അങ്ങോട്ട് നമ്മൾ ദിവസങ്ങളിൽ കാണും പാപപരിഹാര ബലി. കർത്താവിന്റെ തിരുഹൃദയത്തെ അതുപോലെ കീറി മുറിച്ചുകൊണ്ട് കുത്തിത്തുറന്നുകൊണ്ട് നമുക്ക് വേണ്ടി ഈ സമർപ്പിച്ച ആ കരുണ, ആ ബലി, അത് നമ്മൾ എന്തിനു വേണ്ടി? അതെല്ലാം അറിഞ്ഞ് സ്വന്തമാക്കി എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, നമ്മൾ ഈ കുർബാനയിലേക്ക് അടുക്കണം. വിശുദ്ധ കുർബാന സ്വീകരിക്കണം. തിരിച്ചറിവോടുകൂടി ഈ രക്ഷാകരമായ ദിവ്യരഹസ്യം സ്വന്തമാക്കണം. അല്ലാതെ മക്കളെ വേറെ വഴിയില്ലെന്ന്. വിദേശത്ത് പോയാൽ രക്ഷപ്പെടില്ല, ജോലി കിട്ടിയാൽ രക്ഷപ്പെടില്ല, സമ്പത്തുണ്ടായാൽ രക്ഷപ്പെടില്ല, എന്ത് കിട്ടിയാൽ രക്ഷപ്പെടില്ല. രക്ഷപ്പെടണോ? ഒറ്റ വഴി, കർത്താവ് നമ്മുടെ കൂടെ വേണം. കർത്താവിന്റെ കരബലം പ്രകടമാകണം. അതിന് തടസ്സമുണ്ട്, അത് മാറ്റാൻ ഒറ്റ വഴിയുള്ളൂ, വിശുദ്ധ കുർബാന തന്നെ. ഇന്ന് നമ്മൾ ഈ ദിവസങ്ങളിൽ ശരിക്കും നമ്മൾ കാണും വിശുദ്ധ കുർബാന എന്തിനും ഏതിനും ഏക ഉത്തരം, വേറെ ഒന്നുമില്ല. ആ കുർബാനയെ അറിഞ്ഞ് കുർബാനയിൽ നാം ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്ത് കുർബാനയിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ അർത്ഥം മനസ്സിലാക്കി സ്വീകരിച്ചാൽ അനുഗ്രഹങ്ങൾ വരും മക്കളെ. ഇന്ന് നിയോഗ പ്രാർത്ഥനകൾ നാം ഒത്തിരി പ്രാർത്ഥിക്കാറുണ്ട്. അതിനുവേണ്ടി നൊവേനയിൽ പാപമോചനമില്ല, അകൃത്യങ്ങൾ മാറ്റപ്പെടില്ല. മറ്റേത് പ്രവൃത്തിയിലും ഏത് ത്യാഗത്തിലും ഏത് പ്രാർത്ഥനയിലും അത് മാറത്തില്ല. അത് മാറണമെങ്കിൽ ഒറ്റ വഴിയുള്ളൂ, പാപം നീക്കുന്ന, പാപം ഏറ്റെടുത്ത് അകൃത്യങ്ങളെ മാറ്റിക്കൊണ്ട് പരിഹാരം ചെയ്ത് ബലിയർപ്പിക്കുന്ന കർത്താവിന്റെ ഈ ബലി യോഗ്യതയോടെ എന്ന് പറയുമ്പോൾ കർത്താവിന് ദാഹം ശമിപ്പിച്ചുകൊണ്ട് പാപം ഏറ്റെടുക്കാൻ വേണ്ടി ദാഹിക്കുന്ന കർത്താവിനേക്ക് നാം ഏറ്റുപറഞ്ഞ് വിട്ടുപേക്ഷിച്ച് പാപത്തെ ഏറ്റുപറഞ്ഞ് നമ്മൾ ഈ ബലിയർപ്പിച്ചാലാണ് നമ്മുടെ കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെടും, നമ്മുടെ മക്കളുടെ നിയോഗങ്ങൾ പൂർത്തീകരിക്കപ്പെടും. അതുകൊണ്ട് പ്രിയപ്പെട്ട മക്കളെ, നിയോഗങ്ങൾ പൂർത്തീകരിക്കപ്പെടാൻ, അനുഗ്രഹിക്കപ്പെടാൻ നമ്മൾ ചെയ്യേണ്ട, നമ്മുടെ കുടുംബത്തിൽ ചെയ്യേണ്ട, നമ്മുടെ പൂർവികരുമായിട്ട് ബന്ധപ്പെട്ട കുടുംബവൃക്ഷത്തിൽ ചെയ്യേണ്ട ഒത്തിരി കാര്യങ്ങളുണ്ട്. അത് കുർബാനയിൽ തന്നെ അവസാനിപ്പിച്ച് അതൊക്കെ ചെയ്ത് നമ്മുടെ കുടുംബത്തെ വിടുവിച്ചെടുത്താൽ കുർബാനയിലൂടെ, വിശുദ്ധ കുർബാനയിലൂടെ നമ്മുടെ കർത്താവ് നമ്മെ രക്ഷിക്കും. രക്ഷയ്ക്കുള്ള, അനുഗ്രഹത്തിനുള്ള, നിയോഗ പൂർത്തീകരണത്തിനുള്ള ഒറ്റ വഴി വിശുദ്ധ കുർബാന സ്വന്തമാക്കാം. ദിവ്യകാരുണ്യത്തിന്റെ വലിയ അനുഗ്രഹങ്ങൾ പ്രാപിക്കാൻ വിശുദ്ധം അനുഗ്രഹിച്ചിരിക്കുമ്പോൾ യോഗ്യതയോടുകൂടി സ്വീകരിക്കുക. അതുകൊണ്ട് മക്കളെ എല്ലാവരും നല്ലപോലെ ഒരുങ്ങി കുമ്പസാരിക്കുക. ഇനി കുറെ കാര്യങ്ങൾ അടുത്ത ദിവസം പറയും. കുടുംബമായിട്ട് ബന്ധപ്പെട്ട്, പാരമ്പര്യമായിട്ട് ബന്ധപ്പെട്ട്, മണ്ണുമായിട്ട് ബന്ധപ്പെട്ട്, തലമുറകളുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ചില മേഖലകൾ അതോടെ മക്കളെ സ്വാധീനിക്കുന്നു, ജീവിതത്തെ സ്വാധീനിക്കുന്നു, നമ്മുടെ സാമ്പത്തിക മേഖലയെ സ്വാധീനിക്കുന്നു, അത് കെട്ടിപ്പൊട്ടി വയ്ക്കുന്നു, അത് ബന്ധിച്ചിടുന്നു, തടസ്സപ്പെടുത്തുന്നു. അനുഗ്രഹത്തിന്റെ വാതിലുകൾ അടയ്ക്കപ്പെട്ട് കിടക്കുന്നു, നാശത്തിന്റെ വാതിലുകൾ തുറക്കപ്പെട്ട് കിടക്കുന്നു. ഇവിടെ വിമോചനം വേണം. അതിനൊറ്റ വഴിയുള്ളൂ, വിശുദ്ധ കുർബാന. അനുഗ്രഹിക്കട്ടെ. ദിവ്യകാന സന്നദ്ധിയില് നമുക്ക് നമ്മയും നമ്മുടെ കുടുംബങ്ങളെയും മക്കളെയും സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. മക്കളെ ഈ കരുണയ്ക്കായി അനുഗ്രഹിക്കട്ടെ. ആമേൻ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഞങ്ങൾ അനുഗ്രഹിക്കപ്പെടുവാൻ വേണ്ടി വിശുദ്ധ കുർബാനയായിട്ട് മാറിയ ഈശോയെ അങ്ങേ തിരുസന്നിധിയിലേക്ക് ഞങ്ങളെ, ഞങ്ങളുടെ കുടുംബങ്ങളെയും ഞങ്ങളുടെ മക്കളെയും ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അങ്ങ് ആഗ്രഹിക്കുന്നത് ഞങ്ങളെല്ലാവരും അനുഗ്രഹിക്കപ്പെടണമെന്നാണെന്ന സത്യം ഞങ്ങൾ അറിയുന്നു. ഞങ്ങൾ ആരും നശിച്ചു പോകാതെ രക്ഷ പ്രാപിക്കാൻ വേണ്ടി അങ്ങയെ തന്നെ ഞങ്ങൾക്ക് തന്നുവെന്ന് അങ്ങ് ഞങ്ങൾക്ക് തിരുവചനത്തിലൂടെ വ്യക്തമാക്കി തരുന്നുണ്ട്. കർത്താവെ, ഞങ്ങൾ ആരും നശിച്ചു പോകാൻ അങ്ങ് ആഗ്രഹിക്കുന്നില്ല. ഞങ്ങളെല്ലാവരും അനുഗ്രഹിക്കപ്പെടണം, സമാധാനം ഉണ്ടാകണം, സന്തോഷമുണ്ടാകണം, ഞങ്ങളും ഞങ്ങളുടെ മക്കളും കുടുംബവും രക്ഷപ്പെടണമെന്ന് അങ്ങ് ആഗ്രഹിക്കുന്നുണ്ട്. ഇന്ന് പല മക്കൾ ഈശോയെ പറയാറുണ്ട്, എന്തേ കർത്താവ് ഇടപെടാത്ത, എന്തേ കർത്താവ് കേൾക്കാത്ത, ഞാൻ പ്രാർത്ഥിച്ച് മടുത്തു എണ്ണിപ്പറക്കുന്നവര്. അങ്ങ് പറഞ്ഞില്ലേ, കാരണം നിന്റെ അകൃത്യങ്ങൾ, നിന്റെ കുടുംബത്തിലെ അകൃത്യങ്ങൾ, നിന്റെ പൂർവികരുടെ അകൃത്യങ്ങള്, നിന്റെ മക്കളുടെ അകൃത്യങ്ങള്, പാപങ്ങള് എന്നെയും നിന്നെ തമ്മിൽ അകറ്റിയിരിക്കുന്നു, മുഖം മറച്ചിരിക്കുന്നു. ഈശോയെ, അങ്ങയുടെ വലിയ രക്ഷാകര പദ്ധതികൾ തിരിച്ചറിഞ്ഞുകൊണ്ട് അങ്ങ് ദാഹിച്ച കുരിശില്
പാപം ഏറ്റെടുക്കാൻ വേണ്ടി അങ്ങ് ദാഹിച്ചു. അങ്ങയുടെ കുരിശു മരണത്തിലേക്ക്, വിശുദ്ധ കുർബാനയിലേക്ക്, ദിവ്യകാരുണ്യത്തിലേക്ക് ഞങ്ങളുടെ പാപങ്ങള്, ഞങ്ങളുടെ കുടുംബത്തിന്റെ പാപങ്ങള്, മക്കളുടെ പാപങ്ങള്, അതുമായിട്ട് ബന്ധപ്പെട്ട ഒത്തിരി കാര്യങ്ങളുണ്ട്. അതെല്ലാം അവസാനിപ്പിച്ചുകൊണ്ട് ഈ ദിവസങ്ങളിൽ വിശുദ്ധ കുർബാനയായിട്ട് മാറിയ തിരുഹൃദയ സ്നേഹത്തിന്റെ ആഴങ്ങളിലേക്ക് ഞങ്ങൾ നയിക്കുന്ന അങ്ങയുടെ വലിയ സ്നേഹത്തിലേക്ക്, രക്ഷാകര ദിവ്യരഹസ്യത്തിലേക്ക് ഞങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഈ ദിവസങ്ങള് അതിനുവേണ്ടി ഉപയോഗിക്കാനായിട്ട് അങ്ങ് ഞങ്ങൾക്ക് നൽകിയിരിക്കുമ്പോൾ ഞങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്ത് പാപത്തെ ഓർത്ത് പശ്ചാത്തപിച്ച് ഏറ്റു പറയാത്ത പാപങ്ങള് ഏറ്റുപറഞ്ഞ് അതോടൊപ്പം തന്നെ മറ്റ് കുടുംബവൃക്ഷത്തെയും തലമുറകളെയും വിശുദ്ധീകരിച്ച് ഉപേക്ഷിക്കേണ്ടതും ഏറ്റുപറയേണ്ടതുമായ കാര്യങ്ങൾ അതുപോലെ ഏറ്റുപറഞ്ഞ് ഈ ദിവസങ്ങളിൽ യഥാർത്ഥമായ രക്ഷ, യഥാർത്ഥമായ അനുഗ്രഹങ്ങൾ, ഞങ്ങളുടെ നിയോഗങ്ങളൊക്കെ സാധ്യതമാകുവാൻ കർത്താവെ അങ്ങ് ഇടയാക്കണമേ. അതിനു വേണ്ടിയാണല്ലോ കർത്താവെ അങ്ങയുടെ മക്കൾ ഒരുമിച്ച് കൂട്ടിയിരിക്കുന്ന എല്ലാ തടസ്സങ്ങളും എടുത്തു മാറ്റി, എല്ലാ ബന്ധനങ്ങളും എടുത്തു മാറ്റി ഞങ്ങളെ മോചിപ്പിക്കാൻ വേണ്ടി അങ്ങ് തന്നെ വന്നു. പാപം ഏറ്റെടുക്കാൻ, കെട്ടുകളെ പൊട്ടിക്കാൻ, ബന്ധനങ്ങളെ തകർക്കാൻ, ആധിപത്യങ്ങളെയും അധികാരികളെയും നിരായുധമാക്കാൻ അങ്ങ് വന്നു. അങ്ങയെ സ്വന്തമാക്കേണ്ട പോലെ സ്വന്തമാക്കി കർത്താവ് ജീവിക്കാനുള്ള കൃപ നൽകണമേ. അതിനൊക്കെ ഒറ്റ വഴിയുള്ളൂ കർത്താവെ, അങ്ങ്, വിശുദ്ധ കുർബാന, ദിവ്യകാരുണ്യം, അല്ലാതെ വേറെ വഴിയില്ല കർത്താവ്. ഇത് അങ്ങയുടെ മക്കൾ അറിയട്ടെ, ഞങ്ങളുടെ കുടുംബങ്ങൾ അറിയട്ടെ, ഞങ്ങളുടെ മക്കളെല്ലാവരും അറിയട്ടെ, ഞങ്ങളും അത് തിരിച്ചറിയട്ടെ. അങ്ങ് അങ്ങനെ സ്വന്തമാക്കി യഥാർത്ഥമായ രക്ഷ കൈവരിക്കുവാൻ ഓ ദിവ്യകാരുണ്യീശോയെ ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും കുടുംബത്തെയും സഭ മുഴുവനെയും ഇന്ന് ലോകം മുഴുവനെയും സമാധാനം നഷ്ടപ്പെട്ട് എല്ലാം തകർന്നടിഞ്ഞ് എല്ലാ ഭയത്തിലും ഭീതിയിലും കഴിയുന്ന യുദ്ധഭീതി, അതിന്റെ കലുഷിതമായ ഭവിഷ്യത്തുകള് പേറുന്നവര് ലോകം മുഴുവനും യുദ്ധത്തിന്റെ കെടുതി പേർന്നു. കർത്താവെ, ഒത്തിരിയേറെ പൈസ വർദ്ധിക്കുന്നു കർത്താവെ, ഒത്തിരിയേറെ കഷ്ടപ്പാടുകള്, ദുരന്തങ്ങള്, ദുരിതങ്ങള്, വിലക്കയറ്റം, സമാധാനമില്ല കർത്താവെ, ഭയം, പേടിച്ചിട്ട് ഉറങ്ങാൻ പറ്റണില്ല അനേക മക്കൾ. എല്ലാത്തിനൊറ്റ പരിഹാരമുള്ളൂ കർത്താവെ, അങ്ങ് ദിവ്യകാരുണ്യം, വിശുദ്ധ കുർബാനയായ അങ്ങ് ലോകം മുഴുവനും അങ്ങയെ സ്വീകരിക്കാനിടയാകട്ടെ. അങ്ങ് പറഞ്ഞതാ സത്യം കർത്താവെ, വേറെ എല്ലാവരും പറയുന്നതാ സത്യം. അങ്ങ് പറയുന്ന സത്യം അങ്ങയിലേക്ക് തിരിയണം, അങ്ങയെ സ്വന്തമാക്കണം. അങ്ങ് കുരിശിലർപ്പിച്ച ആ വലിയ രക്ഷാകര രഹസ്യം ഞങ്ങൾ സ്വന്തമാക്കണം. സമർപ്പിക്കുന്നു ഞങ്ങളെ, ഞങ്ങളുടെ മക്കളെ, ഞങ്ങളുടെ കുടുംബങ്ങളെ, സഭ മുഴുവനെ, ലോകം മുഴുവനെയും എല്ലാം സമർപ്പിച്ചുകൊണ്ട് കർത്താവിന്റെ ആശീർവാദത്തിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. മക്കളെ, പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കരകളിൽ നിന്നും മർത്യനു നീ മോചനമേകി സകലേശാ ദിവ്യ കടാക്ഷം തൂഗണമേ വത്സല സുതരിൽ നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. എല്ലാ വരങ്ങളിൽ ചിന്തി അങ്ങയുടെ ദിവ്യമായ രക്ഷാകര രഹസ്യങ്ങൾ സ്വന്തമാക്കാൻ എല്ലാ മക്കളെയും അനുഗ്രഹിക്കണമേ. അതിനായി ഞങ്ങളെ, ഞങ്ങളുടെ മക്കളെയും കുടുംബങ്ങളെയും എല്ലാം സമർപ്പിച്ചുകൊണ്ട് ആശീർവാദത്തിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കരങ്ങൾ ഉയർത്തി യാചനാപൂർവ്വം ആശീർവാദം സ്വീകരിച്ച എൻ്റെ മക്കളെ, ഹല്ലേലൂയ യേശുവേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കർത്താവെ, തടസ്സങ്ങൾ എടുത്തു മാറ്റി അങ്ങയുടെ കരബലം ദർശിക്കുവാൻ ഞങ്ങൾക്കും ഞങ്ങളുടെ മക്കൾക്കും ഞങ്ങളുടെ കുടുംബങ്ങൾക്കും ഇടയാകട്ടെ. അകൃത്യങ്ങളും പാപങ്ങളും ഉപേക്ഷിക്കേണ്ട പോലെ ഉപേക്ഷിച്ച്, ഏറ്റുപറയേണ്ട പോലെ ഏറ്റുപറഞ്ഞ് പാപപരിഹാര ബലി സ്വന്തമാക്കി രക്ഷ കൈവരിക്കുവാൻ ഞങ്ങൾക്ക്, ഞങ്ങളുടെ കുടുംബങ്ങൾക്കും
ഞങ്ങളുടെ മക്കൾക്കും ഇടയാകട്ടെ.